താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ആക്രമണത്തിൽ പ്രതികരണവുമായി ഉടമ കെ സുജീഷ്. ആക്രമണം ആസൂത്രിതമാണ്. നാട്ടിലെ സമരക്കാർക്ക് ഒറ്റയ്ക്ക് ഇത്തരത്തിലൊരു അതിക്രമം നടത്താൻ കഴിയില്ലെന്നും ഉടമ പ്രതികരിച്ചു. നിലവിൽ ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 321 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. വർഷങ്ങളായി സ്ഥാപനത്തിനെതിരെ സമരം നടക്കുന്നുവെങ്കിലും ഇത്തരമൊരു പ്രകോപനം നാട്ടുകാരിൽ നിന്നും ഉണ്ടായിട്ടില്ല. ആക്രമണത്തിന് പിന്നിൽ വലിയ ആസൂത്രണം നടന്നിട്ടുണ്ട്. പോലീസിനെ പേടിയില്ലാത്ത ഒരു സംഘമാണ് ഇതിനു പുറകിൽ. തൊഴിലാളികളെ ജീവനോടെ കൊല്ലാനായിരുന്നു ശ്രമം. കോഴിയറവ് മാലിന്യം വേവിക്കുന്ന 3 കുക്കറുകൾ തകർക്കാനും ശ്രമം നടന്നു. കുക്കർ പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ വലിയ ദുരന്തമുണ്ടാകുമായിരുന്നു. നിയമമനുസരിച്ച് മാത്രമേ പ്ലാന്റ് പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നും സുജീഷ് പ്രതികരിച്ചു. ഫാക്ടറി പൂട്ടിക്കുക അല്ലെങ്കിൽ ഫാക്ടറി നശിപ്പിക്കുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പർപ്പസ്ഫുള്ളി പോലീസിന്റെ മേജർ ഫോഴ്സിനെയും അവിടെ മുമ്പിൽ ബ്ലോക്ക് ചെയ്തിട്ട് അവർ ഇതിൻ്റെ ഉള്ളിൽ ആളുകൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ചെയ്തത്. ഗ്യാസ് സിലിണ്ടർ തുറന്നിട്ടിട്ട് അവരുടെ റൂമിൻ്റെ ഉള്ളിലിട്ടിട്ട് കത്തിക്കാനാണ് ശ്രമിച്ചത്. അവർക്ക് പരിചയമുള്ള മുഖങ്ങളും പരിചയമില്ലാത്ത മുഖങ്ങളും ഇതിനകത്തുണ്ട്. ഇത് കത്തിക്കുന്ന സമയത്ത് തൊഴിലാളികളെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് കത്തിക്കുക എന്നൊക്കെ പറയുന്നത് ആളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വിരുദ്ധ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. മുഖം മറിച്ചാണ് ആക്രമികൾ എത്തിയത്. ഭീതിപ്പെടുത്തുന്ന ആക്രമണമാണ് നടന്നതെന്ന് താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തൊഴിലാളികൾ പറഞ്ഞു. തൊഴിലാളികളായി നിന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്ന് അവർ സമരമായി ബന്ധപ്പെട്ട് അവർ വന്നതാണ്. അപ്പം ഞങ്ങളെ ഓരോ കണ്ട് ഞങ്ങൾ ഓരോട് പറഞ്ഞു, പിന്നെ എന്തെങ്കിലും അടിയോ പിടിയോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ ഇവിടുന്ന് പോയി തരാം, പിന്നെ ഞങ്ങളുടെ ശരീരത്തൊന്നും പറ്റരുതെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് പോയവനാണ് ഞങ്ങളുടെ സ്റ്റാഫിനെ തല്ലി ഒരാളെയെങ്കിലും കൊല്ലണം എന്നാണ് പുള്ളി പറഞ്ഞത്. ഒരാളെയെങ്കിലും കൊന്നാൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനമാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കുന്നത്. അങ്ങനെ അടിച്ച് ഞങ്ങൾ റൂമിൽ ഇങ്ങനെ കിടന്നിട്ട് ഞങ്ങൾ പേടിച്ചിട്ട് റൂം അടച്ച് പിടിച്ച് നിന്നതാണ്. അപ്പോൾ പോലീസുകാർക്കൊന്നും അങ്ങോട്ട് എടുക്കാനോ ഒന്നും സംഭവിച്ചില്ല. അതേപോലെ ഞാനൊരു ഓട്ടോറിക്ഷ ഇവിടെ പണിയില്ലാത്തപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഞാൻ ജീവിക്കൽ. അപ്പോൾ ആ ഓട്ടോറിക്ഷയാണ് ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച വണ്ടിയാണ് ഒരു തള്ളി കയറ്റി അതിനകത്തിട്ട് കത്തിച്ച് കളഞ്ഞത്. പെട്രോളുമായി എത്തിയ അക്രമികൾ വാഹനങ്ങൾക്ക് തീയിടുകയും ഫാക്ടറി കത്തിക്കുകയും ചെയ്തു. ജീവനക്കാരെ ആക്രമിക്കുകയും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാനെത്തിയ ആംബുലൻസ് കടത്തിവിട്ടില്ലെന്നും തൊഴിലാളികൾ ആരോപിച്ചു. അക്രമത്തിൽ ഡിവൈഎഫ്ഐ നേതാവും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ടി മെഹറൂഫ് ഉൾപ്പെടെ 321 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ ടി മെഹറൂഫ് 1-ാം പ്രതിയാണ്. കലാപം, വഴിതടയിൽ, അന്യായമായി സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതികളെ പിടികൂടാൻ പോലീസ് വ്യാപക തെരച്ചിലാണ് നടത്തുന്നത്. കണ്ണൂർ റേഞ്ച് DIG സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നലെ വൈകിട്ടാണ് പ്ലാന്റിന് മുന്നിൽ നടന്ന സമരത്തിനിടെ സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ കോഴിക്കോട് റൂറൽ SP ഉൾപ്പെടെ 16 പോലീസുകാർക്കും 25ഓളം നാട്ടുകാർക്കും പരിക്കേറ്റിരുന്നു. ജനം, കോഴിക്കോട്.